മാമിസാണേ. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം, മറന്നു പോകാറുണ്ട് അല്ലെ. കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇത് ഓർമ്മ വരാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഫുഡ് ഐറ്റംസ് മുഴുവൻ എന്തായി പോയിട്ടുണ്ടാവും, കേടായി പോയിട്ടുണ്ടാവും. ഇതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് കേടുവന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. ഭക്ഷണത്തിന് മുകളിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിന് എന്ത് സംഭവിക്കുന്നത്, കേടുവരുന്നത്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതേ ഫുഡ് ഐറ്റംസ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ എന്താ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സൂക്ഷ്മജീവികൾ അവിടെ വന്ന് നമ്മുടെ ഫുഡിനെ നശിപ്പിക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ? അതിനുള്ള ആൻസർ ആണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഈർപ്പമുള്ള സാഹചര്യങ്ങളും ഉചിതമായിട്ടുള്ള താപനിലയിലുമാണ് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നത്. അതായത് ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ടേക്ക് പ്ലേസ് അണ്ടർ ഹ്യൂമിഡ് കണ്ടീഷൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയിൽ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഐസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല സാധനങ്ങളും ആയി പോകുന്നുണ്ട് അല്ലെ, ഐസിനകത്ത് കുമിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി, മീനൊക്കെ എന്തിനാ നമ്മൾ ഐസിനകത്ത് ഇട്ട് വെക്കുന്നത്? ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ താപനില വളരെ കുറഞ്ഞ കണ്ടീഷൻസിലാകുമ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, മൈക്രോ ഓർഗാനിസംസ് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഭക്ഷണം കേടുകൂടാതെ നിലനിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മൈൻഡിൽ എടുത്ത് വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.